Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Cubes International Group. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold. ദൃഢനിശ്ചയമുള്ളവർക്ക് എന്തിനേയും മറികടക്കാൻ സാധിക്കും. ഫോക്കസിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ, നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിരുദധാരികളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു സ്കോപ്പും കാര്യങ്ങളും എങ്ങനെയാണ്? ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഒരു പ്രത്യേക ട്രെൻഡ് ഓരോ വർഷവും ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു 10-15 വർഷം മുമ്പേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടിയിരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ കോഴ്സുകൾ കഴിഞ്ഞവർക്കാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ കൂടുതൽ ജോലി കിട്ടുന്നത്. പക്ഷേ ആ ട്രെൻഡ് മാറി വരും. അതുകൊണ്ട് സ്ഥിരമായ ഒരു ട്രെൻഡും നിലനിൽക്കാറില്ല. മാർക്കറ്റിലെ വ്യതിയാനങ്ങളനുസരിച്ച് ഈ ട്രെൻഡും മാറി വരികയാണ്. അപ്പോൾ ഏതാനും വർഷങ്ങളിലും കൂടെ ഇപ്പോൾ ഈ വർഷം പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ അങ്ങനെ പൊതുവെ സർക്യൂട്ട് ബ്രാഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ ബ്രാഞ്ചുകളിലുള്ളവർക്കാണ് ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോർ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ഇതൊക്കെ കോർ ബ്രാഞ്ചസാണ്. ഈ കോർ ബ്രാഞ്ചസിന് അധികവും പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴിയല്ല. അവർക്ക് വ്യവസായ സ്ഥാപനങ്ങൾ തൊഴിൽ പരസ്യപ്പെടുത്തി അതിൻ്റെ ഇൻ്റർവ്യൂവിൽ നേരിട്ട് പോയി അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് അധികം കിട്ടാറ്. പക്ഷേ ഈ കോർ ബ്രാഞ്ചിൽ പഠിക്കുന്നവരെയും ഈ സോഫ്റ്റ്വെയർ ജോലികൾക്കായി കമ്പനികൾ ധാരാളം എടുക്കാറുണ്ട്. കാരണം പൊതുവെ ക്യാമ്പസിൽ റിക്രൂട്ട് ചെയ്യുന്ന ഇപ്പോൾ നല്ലൊരു പങ്ക് 90% സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനികളാണ്. ഈ കോർ കമ്പനികൾ അധികം ക്യാമ്പസ് ഇൻ്റർവ്യൂസിന് വരാറില്ല, വളരെ കുറച്ചേ വരാറുള്ളൂ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പനികൾ നോക്കുന്നത് അവർ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടോ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ടോ ഒന്നും അവർ നോക്കാറില്ല. അവർ നോക്കുന്നത് ബേസിക് നോളജ് ലെവലാണ്. അതായത് ഒരു 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കുള്ള നോളജ് ലെവൽ, മാത്തമാറ്റിക്സ് നോളജൊക്കെ നോക്കും. രണ്ടാമത് ഓരോന്നിലുള്ള സ്കില്ലാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള സ്കില്ല് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാനുള്ള സ്കില്ല്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ തന്നെ മറ്റ് ബ്രാഞ്ചിലെയും വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് ആ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ. അതുകൊണ്ട് സോഫ്റ്റ്വെയർ കമ്പനികളിൽ പ്ലേസ്മെൻറ്റിന് കമ്പ്യൂട്ടർ സയൻസ് വേണം നിർബന്ധമൊന്നുമില്ല. അവരെല്ലാ ബ്രാഞ്ചിൽ നിന്നും എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർ കൂടുതൽ എടുക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിന് അനുബന്ധ ബ്രാഞ്ചുകളിൽ നിന്നായിരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഈ വർഷത്തെ പ്ലേസ്മെൻറ്റ് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാറായിട്ടില്ല. അവസാന വർഷത്തെ പരീക്ഷകൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പരീക്ഷകൾ കഴിഞ്ഞ് ഒരു 1-2 മാസം കൂടി ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കോളേജിലുണ്ടാവും. അപ്പോൾ മുൻ വർഷങ്ങളിൽ 100% പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടി, അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിന് കിട്ടി എന്നുള്ളതുകൊണ്ട് ഈ വർഷവും കിട്ടുമോ അല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം മാർക്കറ്റിലെ ട്രെൻഡ്സ് അതിനെ ബാധിക്കാറുണ്ട്. പക്ഷേ കുട്ടികൾ പൊതുവേ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ പ്ലേസ്മെൻറ്റിൽ കൂടി ഇപ്പോൾ കുട്ടികൾക്ക് വലിയ താല്പര്യം കാണുന്നില്ല എന്നുള്ളതാണ്. നല്ലൊരു പങ്ക് കുട്ടികൾ പ്ലേസ്മെൻറ്റിൻ്റെ ട്രയൽ അറ്റൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ജോലി വേണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നു. അത് ഞങ്ങൾ ആദ്യമൊക്കെ കരുതിയിരുന്നത് അവർക്ക് ഉപരിപഠനത്തിനോ അങ്ങനെ വല്ലതും പോകാനുള്ള താല്പര്യമുണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയല്ല അവരിപ്പോൾ. അവർ കുറേ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി താല്പര്യം എടുത്തേക്കുന്നു. മറ്റു കുറച്ച് കുട്ടികൾ കുറച്ച് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ജോലിക്ക് പോയാൽ മതി എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചിന്തകൾ മാറി വരുന്നു എന്നുള്ളൊരു, മുമ്പൊക്കെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒരു ബിരുദ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ജോലി കയറുക എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള ഒരു ചിന്ത. അതിന് സർക്കാർ ജോലി വൈകുകയാണെങ്കിൽ അതുവരേക്ക് മറ്റെവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് സർക്കാരിലേക്ക് കടന്നു കയറുക എന്നുള്ളൊരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ജോലിയെക്കുറിച്ചുള്ള അമിത താല്പര്യവും വിദ്യാർത്ഥികളിൽ കുറഞ്ഞു വരിക. കാരണം അവർ തയ്യാറാണെങ്കിൽ എപ്പോഴും ജോലി അവരെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ അങ്ങനെ കടന്നു കയറാൻ പറ്റില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ വളരെ കൂടുതൽ ശമ്പളം ഉണ്ടാവും. അതുകൊണ്ട് അവിടെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ 100 കുട്ടികൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പേരെ അവരെടുത്തു എന്ന് വരുള്ളൂ. പക്ഷേ അതല്ലാതെ മിഡിൽ ലെവലും ലോവർ ലെവലിലുള്ള കമ്പനികളിലൊക്കെ ഇപ്പോൾ ജോലി കിട്ടാൻ ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ചിന്താഗതിയിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ജോലി ഒരു കൺസേൺ അല്ല ആർക്കും. അതും ഇപ്പോൾ ചില കമ്പനികൾ ബിരുദം എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടണമെന്ന് തന്നെയില്ല, എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏതാനും പേപ്പറുകൾ പാസ്സാകാൻ ബാക്കിയുണ്ടെങ്കിലും അവരെ ജോലിക്ക് എടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദം കഴിയുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ ജോലി ഒരു കൺസേൺ അല്ല. പിന്നെ അവർക്കുള്ളൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേത് ബിരുദം കഴിയുന്നവരെക്കാളും എഞ്ചിനീയറിംഗ് ബിരുദം കഴിയുന്നവരെ ഏത് ജോലിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ മാനേജ്മെൻറ്റ് ജോലിയിലാണെങ്കിലും
ഓഫീസ് റിലേറ്റഡ് വർക്ക്സിലാണെങ്കിലും അക്കാഡമിക് വർക്കിലാണെങ്കിലും ഡിസൈൻ റിലേറ്റഡ് വർക്കിലാണെങ്കിലും സോഫ്റ്റ്വെയർ ഓപ്പറേഷനിലാണെങ്കിലും ഒക്കെ അവർ ട്രെയിൻഡാണ്. അപ്പോൾ എൻജിനീയറിംഗ് ഒരു വേഴ്സറ്റൈൽ കോഴ്സായിട്ട് വരുന്നത് കൊണ്ട് എൻജിനീയറിംഗ് കഴിഞ്ഞവർ പാസ്സാകാത്തവർ കൂടി ഇപ്പോൾ വെറുതെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെവിടെയെങ്കിലുമൊക്കെ ജോലിയിൽ കയറി ഉപജീവനത്തിനുള്ള വഴി ഉണ്ടാക്കുന്നു. പക്ഷേ നല്ല മാർക്ക് വാങ്ങി നല്ല രീതിയിൽ പാസ്സാകുന്നവർ, ചില കമ്പനികൾ കട്ട് ഓഫ് വെക്കാറുണ്ട്. ചില കമ്പനികൾ ഇപ്പം CGPA 8 വേണം. CGPA എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിനെ ഗ്രേഡ് പോയിൻ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണത്. 8 CGPA എന്ന് പറഞ്ഞാൽ 10ൽ 8. അപ്പോൾ 8 CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ചില കമ്പനികൾ എടുക്കുള്ളൂ, ചില കമ്പനികൾക്ക് 7 മതി. അപ്പോൾ കമ്പനിയുടെ നിലവാരം അനുസരിച്ച് അവരുടെ പേ പാക്കേജ്, അവർക്കൊരു ആനുവൽ പാക്കേജ് ഉണ്ടാവും, ഇത്ര ലക്ഷം രൂപ ഒരു വർഷം. അതനുസരിച്ച് അവരെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മികവും അവർ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ജോലി എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ അവരുടെ കഴിവനുസരിച്ച് അവരെങ്ങനെ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് പെർഫോം ചെയ്തു എന്നുള്ളതനുസരിച്ച് അവർക്ക് കിട്ടുന്ന പാക്കേജ്, മാസശമ്പളം അല്ലെങ്കിൽ വാർഷിക ശമ്പളം മാറുന്നു എന്ന് മാത്രം. ഇപ്പോൾ 1 കോടി രൂപയൊക്കെ വാർഷിക ശമ്പളത്തിൽ സെലക്ഷൻ കിട്ടുന്ന കുട്ടികളുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ തന്നെ വലിയ തുകകൾ, 1 കോടിയിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വാർഷിക ശമ്പളം കൺഫേം ചെയ്തിട്ട് പോകുന്ന കുട്ടികളാണ് നല്ലൊരു പങ്ക്. അത് ട്രെൻഡ് മാറി വരാം. പക്ഷേ ട്രെൻഡ് മാറി വരുമ്പോഴും ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ റിസ്ക് ഇല്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ധാരാളം ഓപ്പണിങ്സ് അല്ലാതെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ അനുഭവം, ഇവിടുത്തെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാ കുട്ടികളും പ്ലേസ്ഡ് ആയി കഴിഞ്ഞപ്പോഴും ചില കമ്പനികൾ വീണ്ടും കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു വരികയുണ്ടായി. 2023 ആദ്യഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് കുട്ടികൾക്ക് കോഴ്സ് പാസ്സാകാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഇത് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രത്യേകിച്ചും. പക്ഷേ മറ്റ് മേഖലകളിൽ ഞാൻ ഈ ഒരു ട്രെൻഡ് കാണുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആർട്സ്, കോമേഴ്സ് അല്ലെങ്കിൽ സയൻസൊക്കെ പാസ്സായി ഇറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് ചില പോക്കറ്റുകളിൽ മാത്രമേ അവരെ പ്രിഫർ ചെയ്യാറുള്ളൂ. ഇതുപോലെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളൊന്നും അവരെ കാര്യമായിട്ട് എടുക്കാറില്ല. കോമേഴ്സ് കഴിഞ്ഞവരെ പിന്നെയും ഓഫീസ് സെക്ഷനിലേക്കൊക്കെ എടുക്കാറുണ്ട്. ഈ മെഡിക്കൽ ബിരുദം കഴിഞ്ഞവരുടെ കാര്യമാണ് ഇതിലൊക്കെ കഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെഡിക്കൽ ബിരുദം കഴിഞ്ഞതാണ്ട് 10-25,000 ചെറുപ്പക്കാർ കേരളത്തിലുണ്ട് ജോലി എടുക്കാൻ പോവാതെ. അവർക്ക് ജോലി കിട്ടാഞ്ഞിട്ടല്ല. പക്ഷേ MBBS ബിരുദം കഴിഞ്ഞാൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പലയിടത്തും 30,000 മുതൽ 70,000 രൂപ വരെ ശമ്പളത്തിലാണ് പലരും വർക്ക് ചെയ്യുന്നത്. MBBS ബിരുദം കഴിഞ്ഞവർ, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ. അപ്പോൾ അവർക്ക് ജോലി കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ MBBS ബിരുദം മാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സോഷ്യലി ആക്സെപ്റ്റഡ് ഡോക്ടറാകാൻ അല്ലെങ്കിൽ ഫിസിഷ്യനാകാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നതോടുകൂടി ഇവരെല്ലാം PG എൻട്രൻസ്, നീറ്റ് PG എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോ വർഷവും ഇങ്ങനെ, ഇപ്പോൾ 1000 പേര് നീറ്റ് PG എഴുതി കഴിഞ്ഞാൽ അതിന് സെലക്ഷൻ കിട്ടുന്ന 80-90 പേർക്കായിരിക്കും. അവരിങ്ങനെ കൂടിക്കൂടി വന്നിട്ട് കേരളത്തിൽ ഇപ്പോൾ 10-25,000-ഓളം MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് ജോലിക്ക് പോകാതെ 5-10 വർഷമൊക്കെ നീറ്റ് PG എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് രംഗത്ത് അങ്ങനെ ഒരു തകരാറില്ല. പഠിച്ചവരെല്ലാം, പാസ്സായവരെന്നും ഞാൻ പറയുന്നില്ല, പഠിച്ചവരെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി 1-ാം വർഷമോ 2-ാം വർഷമൊക്കെ എഞ്ചിനീയറിംഗ് ഇട്ടിട്ട് പോയവരെ ഒരു സ്ഥാപനവും എടുത്തു എന്ന് വരില്ല. പക്ഷേ 4 വർഷവും പഠിച്ചതിന് ശേഷം ഏതാനും പേപ്പറുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് സാവകാശം എഴുതിയെടുക്കാം. യൂണിവേഴ്സിറ്റി അതിനുള്ള സാവകാശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് വരാൻ പറ്റിയൊരു മേഖലയാണ് എഞ്ചിനീയറിംഗ് മേഖല. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊഴിൽ ഏതാണ്ട് 99% ഉറപ്പാണ് താനും. അപ്പോൾ ഒരു നല്ല തൊഴിൽ മേഖലയായിട്ട് ഇതിനെ പരിഗണിക്കാം. ശരിക്കും അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ബിടെക് എന്ന് പറഞ്ഞാൽ ജോലിയുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ഒരു എവർഗ്രീൻ, ഏത് മേഖലയിലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് അല്ലേ? എനിവേ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നന്ദി. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം.
നമസ്കാരം. അടുത്തറിയാമെന്ന സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് അവർക്കും ഹാർദവമായ സ്വാഗതം. UAE-യിൽ ബിസിനസ് ചെയ്യുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ തീയതികൾ അടുത്തു വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനെത്തുന്നത് DARTCയുടെ CEO ആൻഡ് ഫൗണ്ടറായ ദുൽഖിഫിൽ അബ്ദുൾ റഷീദാണ്. അതിലേക്ക് നമസ്കാരം, എൻ്റെ പേര് ദുൽഖിഫിൽ അബ്ദുൾ റഷീദ്. എൻ്റെ കമ്പനിയുടെ പേര് ദുൽഖിഫിൽ അബ്ദുൾ റഷീദ് ടാക്സ് കൺസൾട്ടൻറ്റ്. 2018 ദുബായിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നാട്ടിൽ തിരൂരാണ്, മലപ്പുറം ജില്ലയിൽ തിരൂർ. എൻ്റെ കമ്പനി 2018 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് വാല്യൂ ആഡഡ് ടാക്സ് UAE-യിൽ ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ ഞാനൊരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റും ടാക്സ് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് അതുവരെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ചാൻസാണത്. ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു ഓപ്പൺ എ കമ്പനി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ എത്തിപ്പെടുന്നത്. എനിക്ക് ഏറ്റവും പാഷനേറ്റായിട്ടുള്ളൊരു ഏരിയ കൂടെയാണ് ടാക്സേഷൻ, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടിങ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വാല്യൂ ആഡഡ് ടാക്സ് സർവീസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ 2023 കോർപ്പറേറ്റ് ടാക്സ് ഫെഡറൽ ടാക്സ് അതോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം ആ പീരീഡ് തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു ഒരു ടാക്സേഷൻ കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും പലർക്കും സംശയമുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിന് ചാർജ് ചെയ്യുന്ന ഇൻകം ടാക്സിനെയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുക, സിമ്പിളായി പറയുന്നത്. പലർക്കും ഒരു സംശയമുണ്ട്, ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞാൻ സാലറിയാണ് വിഡ്രോ ചെയ്യുന്നത്, എനിക്ക് കോർപ്പറേറ്റ് ടാക്സ് അപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. കോർപ്പറേറ്റ് ടാക്സ് സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അപ്ലിക്കബിൾ അല്ല. പക്ഷേ നിങ്ങൾ ഇൻഡിവിജ്വലാണ്, നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആക്ടിവിറ്റി ചെയ്യുന്നവരാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് അപ്ലിക്കബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡിവിജ്വലും കോർപ്പറേറ്റും ഈ രണ്ടും ഒന്ന് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് ടാക്സ് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ലൈസൻസ് എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഈ ലൈസൻസ് എല്ലാം ഇൻഡിവിജ്വലിൻ്റെ അണ്ടറിലാണ് കൂടുതൽ വരിക. ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറയും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, ഫ്രീ സോൺ കമ്പനീസ്, ഫ്രീ സോൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഈ കമ്പനീസ് എല്ലാം ജുറിഡിക്കൽ പേഴ്സൺസ് ആണ്. അപ്പം ഈ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷന് ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട്. 1 മില്യണിൽ കൂടുതലാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രജിസ്ട്രേഷൻ ചെയ്താൽ മതി. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്, ഫ്രീ സോൺ കമ്പനീസ്, അതുപോലുള്ള ജുറിഡിക്കൽ പേഴ്സണിന് ദർ ഈസ് നോ ത്രെഷോൾഡ് ലിമിറ്റ്. അതുകൊണ്ട് ത്രെഷോൾഡ് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്താണ്, എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. നമ്മൾ കരുതുകയാണ് ഇപ്പോൾ ഒരു ഗ്രോസറിയാണ്, ഒരു കഫറ്റേരിയാണ്, അതൊരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണെന്ന് കരുതുക, LLC ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതല്ല, ഈ കഫറ്റീരിയ ഒരു ഇൻഡിവിജ്വൽ, ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്ന് നോക്ക്, അവർക്ക് ടേൺ ഓവർ വരുന്നത് ലെസ് ദാൻ 1 മില്യൺ, അഥവാ 1 മില്യണിൽ കുറവാണ്, അവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ രൂപത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പോകുമ്പോൾ രജിസ്ട്രേഷൻ്റെ ഡ്യൂ ഡേറ്റ് ഓൾറെഡി ഫെഡറൽ ടാക്സ് അതോറിറ്റി ഡിക്ലെയർ ചെയ്തതാണ്. ജനുവരി ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത അഥവാ ചെയ്യേണ്ടവർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നിങ്ങളുടെ ട്രേഡ് ലൈസൻസിൻ്റെ ഇഷ്യൂ ഡേറ്റ് എങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് 31 മെയ് 2024 മുന്നേയാണ്. അതിനുശേഷം ഇപ്പം മാർച്ചിലാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ, അത് ഡിസംബർ 31 വരെ 2024 വരെ ഉള്ളത് അതിന് ഫെഡറൽ ടാക്സ് അതോറിറ്റി പെർട്ടിക്കുലർ ഡ്യൂ ഡേറ്റ് പറഞ്ഞു. ആ ഡ്യൂ ഡേറ്റിന് മുന്നേ നിർബന്ധമായും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം 10,000 ഫൈൻ വരും. അത് ജുറിഡിക്കൽ പേഴ്സൺ ആണ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ട്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്ത്, നിങ്ങളുടെ ടേൺ ഓവർ 1 മില്യൺ ആണ്, അതുവരെ നോക്കിയിട്ട് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഇപ്പോൾ 31 പലർക്കും സംശയമുണ്ടെന്ന് 31 മെയ് എല്ലാവർക്കും ഇൻഡിവിജ്വലിനും ആ ഡ്യൂ ഡേറ്റ് ആണോ, ഞങ്ങൾ ഇഷ്യൂ ഡേറ്റ് വന്നിരിക്കുന്നത് ട്രേഡ് ലൈസൻസിൽ വന്നിരിക്കുന്നത് ജനുവരി ഫെബ്രുവരിയിലാണ്, പക്ഷേ എൻ്റെ ലൈസൻസിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. അല്ല, നിങ്ങൾക്ക് ആ ഡ്യൂ ഡേറ്റ് വ്യത്യാസമുണ്ട്. 31 മെയ് 2024 ഉള്ളത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, ഫ്രീ സോൺ കമ്പനി പോലത്തെ ജുറിഡിക്കൽ പേഴ്സൺ. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു. ഇനി അടുത്തതാണ്, നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് ഒരു അക്കൗണ്ടിങ് ചെയ്യണം. അക്കൗണ്ടിങ് നിങ്ങൾ സെയിൽസ്, പർച്ചേസ്, എക്സ്പെൻസ്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ സെയിൽസ് പർച്ചേസിന് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്തൊക്കെ എക്സ്പെൻസ് നമുക്ക് കുറക്കാം, സാലറി, വിസ എക്സ്പെൻസ്, റെൻറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കുറച്ചിട്ടാണ് പ്രോഫിറ്റിലെത്തുക. ആ പ്രോഫിറ്റിൻ്റെ മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത്. കോർപ്പറേറ്റ് ടാക്സിന് റേറ്റ് ഉണ്ട് 0%, 9%. 0% എന്ന് പറയുകയാണെങ്കിൽ അപ് ടു 375,000 ആണ് നിങ്ങളുടെ ടാക്സ് പ്രോഫിറ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ടത് 0 കൊടുക്കും.
അല്ല, നിങ്ങൾക്ക് 9% ടാക്സ് റേറ്റ് വരുന്നത് എങ്ങനെ എബോവ് 375,000 മുകളിലാണെങ്കിൽ നിങ്ങൾ 9% ടാക്സ് കൊടുക്കുക. പക്ഷേ ടാക്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടേഷൻ വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാ എക്സ്പെൻസും കുറക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫൈന് കിട്ടി, പാർക്കിങ്ങിൻ്റെ ഫൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ലേറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും ഫൈൻ കിട്ടി. ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ടൈമാണല്ലോ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല 31 മെയ്യിൽ, അപ്പോൾ നിങ്ങൾക്ക് 10,000 ഫൈൻ കിട്ടി. ഈ 10,000 ഫൈന് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാണ്. നിങ്ങൾ പ്രോഫിറ്റിനെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആഡ് ബാക്ക് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യണം, 9% നിങ്ങൾ ഗവൺമെൻറ്റിന് ടാക്സ് അടക്കേണ്ടി, നിങ്ങൾ ആ ബ്രാക്കറ്റിൽ കൂടുതലാണെങ്കിൽ. അപ്പോൾ ഫ്രീ സോൺ കമ്പനീസ് ഉണ്ട്. ഫ്രീ സോൺ കമ്പനീസിൻ്റെ എൻ്റെ ഡിഫറൻ്റ് ആണ്. എന്ത് 0%, 9%. അവർക്ക് ക്വാളിഫൈങ് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടൊരു സെക്ടർ തന്നെ ഉണ്ട്. നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദുൽകിഫിൽ അബ്ദുൽ റഷീദ് ടാക്സ് കൺസൾട്ടൻസി ദുബായ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഫേമാണ്. നമ്മുടെ സർവീസ് ഓൾ ഓഫ് ദ എമിറേറ്റ്സിൽ ലഭിക്കുന്നതാണ്. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ടാക്സേഷൻ, ബുക്ക് കീപ്പിംഗ്, ഓഡിറ്റിംഗ് സർവീസിലാണ്. നമുക്ക് മോർ ദാൻ 300+ ക്ലയൻസ് ഓൾ ഓവർ UAE ഉണ്ട്. നമ്മൾ ഓരോ കമ്പനീസിനും ഓരോ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ആണെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് സർവീസസ് കൊടുക്കുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 052-164-5277. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളുമായി സംവദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അടുത്തറിയാം എന്ന ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ഗുഡ് ബൈ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ മോഡൽ തന്നെ ഉള്ള സ്റ്റഡുകൾ, അതുപോലെ ചെറിയ ഹാങ്ങിങ് ആയിട്ടുള്ള മോഡൽ കാര്യങ്ങളൊക്കെയാണ്. അതിൽ തന്നെ ചിലപ്പോൾ ഇതൊക്കെ ബട്ടർഫ്ലൈയുടെ തന്നെ നേരത്തെ കാണിച്ച തന്നെ സ്റ്റഡ് മോഡൽ, നേരത്തെ നമ്മൾ സൂചി നൂലും അതിൽ തന്നെ ബട്ടർഫ്ലൈ മാത്രമായിട്ടുള്ള സ്റ്റഡ്. അതുപോലെ തന്നെ ചെറിയ സ്റ്റഡും ചെറിയ ഡ്രോപ്സ് ഒക്കെ വരുന്നത് പേളിൻ്റെ ഒക്കെ വരുന്ന ഐറ്റമൊക്കെയാണ്. നൈസായിട്ടുള്ള ഐറ്റംസ്. പേള് തന്നെ ചെറിയ 1 ഗ്രാമിൻ്റെ ഒക്കെ പേള് വരുന്ന ഐറ്റമാണ്. സ്റ്റഡായിട്ട് 1 ഗ്രാമിൻ്റെ ഒക്കെ പേളിൻ്റെ ഒക്കെ. ഓക്കെ. അപ്പൊ ഇത് ഈ ഒരു വൈറ്റ് ഗോൾഡ് ആയിട്ട് വരുന്ന ഇതിലൊക്കെ എങ്ങനെയായിരിക്കും? വൈറ്റ് ഗോൾഡ് വരുന്നതൊക്കെ 1 ഗ്രാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഹാങ്ങിങ് ഒക്കെ ഉള്ളതും കുറച്ച് ഹെവി ആയിട്ടുള്ളതും അതും മീഡിയം സൈസ് ആയിട്ടുള്ളതൊക്കെ നമ്മളുടെ ഓർണമെന്റ്സ് ആണ്. സോ ഇനി നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയ വെയിറ്റിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ് ഇനി കാണാൻ പോകുന്നത്. സോ ജസ്റ്റ് ഇതൊക്കെ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ഡ്രോപ്സ് ആയിട്ടുള്ളത് മോഡൽ, ചെറിയ അതിൽ ഒരു ഇത് വരുന്നത് ഡ്രോപ്സ് മോഡൽ. പിന്നെ അതിൽ തന്നെ ചെറിയ സ്റ്റഡ് 250 മില്ലി. ഈ ടൈപ്പൊക്കെ 250 മില്ലി ഒക്കെ വരുള്ളൂ. 250 അതൊക്കെ 300 മില്ലി, 350 അത്രേ വരുള്ളൂ. പിന്നെ മാമാട്ടി പോലെയുള്ള ഐറ്റംസ് കുട്ടികളുടെ തന്നെ. പിന്നെ ഇച്ചിരി വലിയ മാമാട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത്. ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മാമാട്ടി തന്നെ വെറൈറ്റി ആയിട്ടുള്ള. ഇനി അടുത്തത് ചെറിയ ഹാങ്ങിങ് വരുന്ന ടൈപ്പ്. പിന്നെ അത് കുട്ടികൾക്ക് തന്നെ ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റിങ്ങുകളാണ്. റിങ്സ്, ഇയർ റിങ്സ് തന്നെ അതിൽ തന്നെ ബോൾ വരുന്ന ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ. ചുമ്മാ ഇയർ റിങ് വേണമെങ്കിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇതിപ്പോ ഇങ്ങോട്ട് ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ജോഡിയായിട്ടുള്ള ചെറിയ ഐറ്റംസ് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ചെറുതാണ്. അതിൽ തന്നെ ബ്ലാക്കിന്റെ വേണമെങ്കിൽ അങ്ങനെ സ്റ്റോൺ ഉള്ളത് കുട്ടികൾക്ക്. എങ്ങനെയാണ് ഇതിന്റെ എത്ര ഗ്രാമാണ്? 1.5 ഗ്രാം, 1 ഗ്രാം, 1.5 ഗ്രാം ആ ഒരു റേഞ്ച്. അതിന്റെ തന്നെ പല മോഡലായിട്ടുള്ള, ഇപ്പൊ പേളിന്റെ തന്നെ വേറൊരു മോഡൽ. സോ നമ്മൾ ഇപ്പോൾ കണ്ടത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മലുകളുടെ ആ ഒരു കളക്ഷൻസ് ആണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള നെക്ലസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചേട്ടൻ പറഞ്ഞുതരും. നമ്മളിപ്പോൾ ഇത് 1 പവനിൽ വരുന്ന നെക്ലസ് ആണ്. 1 പവനാണ് അല്ലേ? 1 പവനിൽ വി ചെയിനിൽ വരുന്നതാണ്. ഓക്കെ. അതിൽ തന്നെ ഒരു ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള മോഡൽ.
ഓക്കെ ഡെയിലി യൂസിന് ഡെയിലി പറ്റുന്ന യൂസിന് കുഴപ്പമൊന്നുമില്ല. വീക്കെൻഡിലൊന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത് ഒതുക്കിയാണ് പറഞ്ഞേക്കുന്നത്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഡെയിലി യൂസിനൊന്നും പ്രശ്നമില്ല. ഓക്കെ ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇടുന്നത്. ഇത് 3/4 പവനിൽ വരുന്ന ഐറ്റമാണ്. 3/4 പവനിൽ 2 ഞാത്തൊക്കെ വന്നിട്ട് അതിൽ ബോളൊക്കെ വരുന്നത്. ഓക്കെ പിന്നെ 3 ഗ്രാമിൽ വരുന്നത്. ഇതിന്റെ തന്നെ 2 ഗ്രാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ബോൾ വരുന്ന ടൈപ്പ് ബോക്സ് ചെയിനിലാണ് വരുന്നത്. ബോക്സ് ചെയിൻ ആണ്. അതെ. പിന്നെ വരുന്നത് ചെത്ത് ചെയിനിൽ വരുന്ന ഡയമണ്ട് കട്ടിൽ വരുന്ന ഐറ്റമാണ്. ഒരു വൈറ്റ് ഗോൾഡ് ഒക്കെ വന്നിട്ട് ഡയമണ്ട് ഷേപ്പിലാണ് വന്നത്. ഇതിന്റെ ഏകദേശം എങ്ങനെയായിരിക്കും? ഇത് 3 ഗ്രാം. 3 ഗ്രാം ആണ്. ഇത് 3 ഗ്രാം വരുന്നത്. അത് 3 ഗ്രാം ആണ് അല്ലേ? അല്ല സോറി, ഇത് 2 ഗ്രാം. 2 ഗ്രാം ആണ്. 2 ഗ്രാം. ഇതിന്റെ തന്നെ 3 ഗ്രാമും കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ 3 ഉണ്ട്, 4 ഉണ്ട്. ഇതോ? പിന്നെ ബട്ടർഫ്ലൈ വരുന്നത് അത് 3 ഗ്രാമാണ് വരുന്നത്. 3 ഗ്രാം 3 ഗ്രാം 20 മില്ലി 3 ഗ്രാം ആണ്. ബട്ടർഫ്ലൈ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡൽ, അതെ സിമ്പിൾ ആയിട്ടുള്ള. ഓക്കെ ഇനി ഇതോ? അത് 1/2 പവനിൽ വരുന്ന ഐറ്റം. 1/2 പവനിൽ വൈറ്റ് ഗോൾഡ് ഒക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി, വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബോക്സ് ചെയിനിലാണ് വരുന്നത്. ഓക്കെ ഇതാണ് നമ്മൾ കുറച്ച് നെക്ലേസിൻ്റെ കളക്ഷനാണ് ഇനി നമ്മൾ കണ്ടതിപ്പോൾ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് അല്ലേ ഇന്ന് നിങ്ങൾ കണ്ടത്. സോ എല്ലാവർക്കും ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തീരെ ഇവിടെ ഒന്നും കേൾക്കാൻ വയ്യ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പ്ലാഷ് പൂളിൽ അത്ര അധികം ആളുകളുണ്ട്. കുട്ടികളായിട്ടും അവരുടെ പേരൻസായിട്ടും അവരുടെ ഫ്രണ്ട്സായിട്ടും പിന്നെ മറ്റു സ്ഥലത്തു നിന്നൊക്കെ വന്നവരും അങ്ങനെ കുറേ പേരുണ്ട്. ദുബായിൽ നിന്നൊക്കെ വന്ന് വെക്കേഷൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നവരൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒന്നാമത് വെക്കേഷൻ സമയം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ വാട്ടർ റൈഡ്സും ഉണ്ട്, ലാൻഡ് റൈഡ്സും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മുടെ കൂടെ ഒരു കൊച്ചു ഗ്രൂപ്പുണ്ട്. അവർ എന്തിലൊക്കെ പോയി ഇനി എന്തൊക്കെ ബാക്കിയുണ്ടോ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹായ്, ജിജി, ശ്രീകാര്യം. ആ ശ്രീധർ, അനസ്തേഷ്യ ടെക്നീഷ്യനാണ്, മെഡിക്കൽ കോളേജ്. ഇപ്പോൾ കറന്റ് വർക്കിംഗ് അല്ല, ആയിരുന്നു. പ്രകാശ്, ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യാം, സ്ക്രീനേഴ്സിൻ്റെ കൂടെ. എൻ്റെ പേര് അരുൺ. എയർപോർട്ടിലാണ്. കൊള്ളാം, നല്ല അടിപൊളിയാണ്. എന്തോ ഇവിടെ വന്നിട്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നത്. ഞാനും ഫസ്റ്റ് ടൈം. ഫാമിലി ഉണ്ട്. കുറച്ചുപേര് അങ്ങോട്ട് ലോക്കറിൻ്റെ നല്ല എക്സ്പീരിയൻസാ. ഇറങ്ങി വാട്ടർ ഇറങ്ങി മേളിൽ എല്ലാത്തിലും കയറി. ഓക്കെ, പിന്നെ ഇനി എന്തൊക്കെയുള്ള ബാക്കി? ബാക്കി അവിടുത്തെ റൈഡ്സ് ഒക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് പോകുന്നുള്ള പ്ലാൻ. ഓ ശരി ശരി ശരി. 3 പേരും ഫസ്റ്റ് ടൈം അല്ലേ? അല്ല, ഞാൻ 4th പഠിച്ചപ്പോൾ വന്നിട്ടുണ്ട്. മാറ്റമുണ്ട്. ഓക്കെ, ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ? അപ്പോൾ ഒരു ഡയലോഗ് പറയട്ടെ, അത് ഏത് ഫിലിമാന്ന് പറയോ? ഭയങ്കര സിമ്പിളാ. ഇതിലപ്പുറം ചാടി കടന്നവനാണ് KK ജോസഫ്. കൊമേഡിയനാണ് ഈ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. സലീം കുമാർ. ജഗതിയാണ്. ജഗതിയോടൊപ്പം ഇന്നസെന്റിന്റെ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന ഫിലിമിനകത്ത്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ, റെഡി? ഇപ്പോൾ നമ്മളൊന്ന് ഗിയറപ്പ് ആയില്ലേ? അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. എല്ലാവർക്കും വിളമ്പി കൊടുക്കും, പക്ഷെ സ്വയം ഒന്നും കഴിക്കില്ല. വാഴയിലാണോ? വാഴയില എങ്ങനെ വിളമ്പി കൊടുക്കും, സ്വയം കഴിക്കില്ല എന്ന്. പോട്ടെ, അടുത്തടുത്ത് വരുന്നുണ്ട്. സ്പൂണാണോ? തവി. സ്പൂൺ, തവിയൊക്കെ പറയാം. ഓക്കെ, ഗുഡ്. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ട്, 2 ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, സീ യു. ഹാപ്പി ലാൻഡിൻ്റെ ഈ ഹാപ്പി എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ സുകന്യ ജയറാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
focus123@gmail.com എന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലപ്പെട്ട നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം. ബൈ. ഫോക്കസ് presented by ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Powered by Cubes International Group. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold.